നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചിരുന്നു. സന്ദർശന വേളയിൽ ഈ ദുരിതം നേരിട്ട ചിലരെ അദ്ദേഹം നേരിട്ട് കാണുകയുണ്ടായി. അതിലേറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയും അരുണിന്റെയും കൂടിക്കാഴ്ച. ഉരുൾപൊട്ടലിനെ തുടർന്ന് ആഴ്ന്നുപോയ ചെളിക്കുഴിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അരുണിനെ മലയാളികൾക്ക് പരിചിതമാണ്. അദ്ദേഹത്തെ പ്രധാനമന്ത്രി നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു. വയനാട് വിംസ് ആശുപത്രിയിലാണ് അരുൺ ചികിത്സയിലുള്ളത്. അരുൺ കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. എല്ലാം ശരിയാകുമെന്ന് അരുണിന്റെ തോളിൽ തട്ടി പ്രധാനമന്ത്രി ആശ്വസിപ്പിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി സന്ദർശിച്ച ശേഷം അരുൺ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: 2 മണിയോടെയാണ് ഉരുൾപൊട്ടിയത്. ജനൽപ്പാളിയും കട്ടിലും സ്റ്റീൽ അലമാരയും എല്ലാം വന്നിടിച്ച് താൻ മണ്ണിൽ കുടുങ്ങി. തന്നെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ അമ്മ ശ്രമിച്ചു. പറ്റാതെ വന്നപ്പോൾ അമ്മ മുകളിലേക്ക് ആളെ വിളിക്കാൻ പോയി. അപ്പോൾ വീണ്ടും ഉരുൾപൊട്ടി. ഞാൻ ഒലിച്ചുപോയി. ബോധം വന്നപ്പോൾ ചെളിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ശ്വാസമെടുക്കാൻ പറ്റുമെന്നായപ്പോൾ രക്ഷപ്പെടാൻ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് കരുതി. ചെളിയിലൂടെ ഇഴഞ്ഞു നീങ്ങി. രാവിലെ രക്ഷാപ്രവർത്തകർ തന്നെ കണ്ടെത്തിയെങ്കിലും ആദ്യം രക്ഷിക്കാൻ സാധിച്ചില്ല. ഏറെ നേരത്തെ ശ്രമത്തിനു ശേഷമാണ് രക്ഷപ്പെടുത്തിയത്. 2 മാസത്തിനുള്ളിൽ പരിക്കുകൾ ഭേദമായി തിരിച്ചു വരാൻ കഴിയും. അമ്മ ക്യാമ്പിലാണ്. ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ അറിയിച്ചുവെന്നും അരുൺ വ്യക്തമാക്കി. വിംസ് ആശുപത്രിയിലെത്തിയ പ്രധാനമന്ത്രി ആദ്യം ഡോക്ടർമാരെയാണ് കണ്ടത്. ശേഷം 49 പേരാണ് വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 6 പേരുമായി പ്രധാനമന്ത്രി സംസാരിച്ചു. അവന്തിക, അരുൺ, അനിൽ, സുകൃതി, സജീല, റസീന എന്നിവരുമായാണ് മോദി സംസാരിച്ചത്. പിന്നീട് കളക്ടറേറ്റിലെ യോഗത്തിൽ പങ്കെടുത്തു അദ്ദേഹം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളോടും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം താൻ ഗുജറാത്തിലെ മച്ചു ഡാം ദുരന്തം നേരിൽ കണ്ട ആ ഒരു കാര്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അതിപ്രകാരമാണ്: ഗുജറാത്തിലെ മച്ചു ഡാം ദുരന്തത്തെക്കുറിച്ചും അദ്ദേഹം വാചാലനായി. ഗുജറാത്തിലെ മോർബി സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ദുരന്തം നടന്നത് 1979 ഓഗസ്റ്റ് 11 മച്ചു ഡാം തകർന്ന് മരിച്ചത് ആയിരങ്ങളാണ്. അന്ന് രാജ്കോട്ട് ജില്ലയിലായിരുന്നു മോർബി. ഇന്ന് മോർബി ഒരു ജില്ലയാണ്. ടൈൽ ഫാക്ടറികളുടെ കേന്ദ്രമാണ് മോർബി. വലിയ ദുരന്തത്തെ താനും അടുത്തറിഞ്ഞിട്ടുണ്ട്. 1979 ഗുജറാത്തിലെ മോർബിയിൽ ഡാം തകർന്ന് നിരവധി പേർ മരിച്ചു. വലിയ മഴയിലാണ് ഡാം തകർന്നത്. വെള്ളം ജനവാസ മേഖലയിലേക്ക് പാഞ്ഞെത്തി. നിരവധി ആളുകൾ മരിച്ചു. വീടുകൾക്ക് മുകളിൽ മണ്ണും ചെളിയും അടിഞ്ഞു. രക്ഷാപ്രവർത്തകരുടെ കൂട്ടത്തിൽ ഞാനുമുണ്ടായിരുന്നു. എനിക്ക് വയനാട്ടിലെ ജനങ്ങളുടെ പ്രയാസം മനസ്സിലാകും. കുടുംബാംഗങ്ങൾ മണ്ണിനടിയിലായവരുടെ ദുഃഖം വലുതാണ്. സർക്കാർ അവരോടൊപ്പമുണ്ട്. കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും ചെയ്യുമെന്നും പ്രധാനമന്ത്രി പ്രതികരിക്കുകയുണ്ടായി. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് കേന്ദ്രത്തിന് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കളക്ടറേറ്റിലെ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമുഖത്ത് കേരളം ഒറ്റയ്ക്കല്ലെന്നും രാജ്യം ഒപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.